കേരളത്തിൽ വർഗീയ വിഷത്തിന്റെ മൊത്തക്കച്ചവടം നടത്തുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. അതിൽ സുപ്രധാന വ്യക്തി കെ പി ശശികല തന്നെയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സമുന്നത നേതാവായ കെ പി ശശികല എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ അവിടെ കുറച്ച് വർഗീയ വിഷം അങ്ങ് കലർത്തും. ഇപ്പോ പറയുന്നത് പമ്പാ മണപ്പുറത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷന് പമ്പാ നദി തടഞ്ഞ് നിർത്തി അവിടെ കല്ല് പാകി പന്തലിട്ട് ആണ് പമ്പാ നദിക്കരയിൽ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഏകദേശം 131 വർഷത്തെ ചരിത്രമുണ്ട് മാരാമൺ കൺവെൻഷൻ. അവിടെ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രസംഗത്തിന് ശേഷം ക്ഷേത്രപ്രവേശന വിളംബരവും അതുപോലെ തന്നെ മറ്റ് നവോത്ഥാന മുന്നേറ്റങ്ങളും നടന്ന ചരിത്രവും കേരളത്തിന് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കെ പി ശശികല എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത്. എങ്ങനെയെങ്കിലും ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലിങ്ങനെ മതസ്പർദ്ധയുണ്ടാക്കി അടിയുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അവർ പറയുന്നതിന് ആളുകളെന്ന് അങ്ങ് വില കൽപ്പിക്കില്ലെങ്കിൽ പോലും ഇങ്ങനെ മോശം വാക്കുകളും പദപ്രയോഗങ്ങളും നടത്തി സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കാനും ഒരു പരിധിവരെ ഈ സംഘപരിവാർ സംഘടനയുടെ ആളുകളെങ്കിലും ഇതൊക്കെ മാറി ചിന്തിക്കും. ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയുടെയോ നമ്മുടെ ഐക്യത്തിന്റെയോ മുഖമുദ്രകളല്ല. ഇത്തരം മതസമ്മേളനങ്ങളോ അല്ലെങ്കിൽ സുവിശേഷ കൺവെൻഷനുകളോ ഒന്നും നമ്മുടെ സൗഹാർദ്ദത്തിന്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുക. ഇതൊക്കെ വരുത്തന്മാരുടെ ഏർപ്പാടാണ്, അവർ വന്ന് ഇതെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. പക്ഷേ അവിടെ കെ പി ശശികല പറയുന്നതിന് വില കൽപ്പിക്കുന്ന ഒരു ശതമാനമെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ മലീമസമാക്കുന്ന ഏർപ്പാടാണ് ഈ കെ പി ശശികല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ കുറച്ചു കാലം മിണ്ടാതിരുന്നാൽ തന്നെ നമ്മുടെ സമൂഹം ഗതി പിടിക്കും. വർഗീയ വിഷം നമ്മുടെ സമൂഹത്തിൽ ചീറ്റാനുള്ള വിഷപ്പാമ്പുകളായുള്ള ഈ ആളുകൾ മിണ്ടാതെ മാളത്തിലിരിക്കുന്നതാകും നല്ലത്. ജനാധിപത്യ കേരളത്തിനും മതേതര കേരളത്തിനും സാംസ്കാരിക കേരളത്തിനും ഏറ്റവും അനുയോജ്യമാവുക ഇവരുടെയൊക്കെ മൗനമാണ്. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും വർഗീയ വിഷവും തുപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ ഭേദം ഇവരൊക്കെ ചുമ്മാതിരിക്കുന്നതാണ്. ഇവർക്കെതിരെ ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് നടപടിയെടുക്കും. അതുപോലെ മറ്റൊരാൾ പി സി ജോർജ് ഇപ്പോൾ നാക്കിന് വിലങ്ങിട്ട് വീട്ടിലിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു വിദ്വേഷ ബുദ്ധിജീവിയാണ്, വിദ്വേഷകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആളാണ് പി സി ജോർജും. കെ പി ശശികലയും പി സി ജോർജിനെയും ഒക്കെ ഒരേ വഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിന് ആയിട്ടുണ്ട്.